അണ്ണാ അണ്ണൻ പറഞ്ഞ പണി ഞാൻ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അവന് രണ്ടുകാലം നടക്കൂല. പിന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടാ, ഫോൺ ഞാൻ കളയാൻ പോവാ. ഓക്കെ. പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അധികം സമയം ബാക്കിയില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ഇന്നേക്ക് 3-ാം ദിവസം ഈ സ്ഥലത്തൊരു തീപിടുത്തം ഉണ്ടാവും. ആ തീ അടുത്തുള്ള കാട്ടിലേക്ക് പടരും. ആ കാടും മൃഗങ്ങളും മനുഷ്യരും എല്ലാം കത്തി നശിക്കും. ആ കാട്ടിനുള്ളിലൊരു ലാബ് ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് പല അസുഖങ്ങൾക്കുമുള്ള ചികിത്സയാണ് അവിടെ റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ ഈ തീപിടുത്തത്തിൽ ആ ലാബ് നശിക്കും. ലാബിൽ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരുന്ന ചില വൈറസുകൾ മ്യൂട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് പടരും. അധികം വൈകാതെ പല നാടുകളിലും പല രാജ്യങ്ങളിലും ലോകത്തിന്റെ പല കോണുകളിലും വരെ അത് പടരും. അവയവങ്ങളെല്ലാം ദ്രവിച്ചു ചോര ഉപ്പിയും അവർ ഓരോരുത്തരെ മരിച്ചു വീഴും. പയ്യെ ലോകം തന്നെ ആരോഗ്യ ചുടുകാടായി മാറും. ഇതൊക്കെ എന്തിനാണ് നീ എന്നോട് പറയുന്നത്? തീർക്കാൻ വന്നാൽ തീർത്തിട്ട് പോയാൽ പോരെ? നിസാരം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നൊരു കാട്ടുതീയാണ് ഇത്രയും ഉണ്ടാക്കി വെച്ചത്. പക്ഷേ ആ കാട്ടുതീ എങ്ങനെ ഉണ്ടായെന്നറിയാം. നേതാവിന്റെ കാല് തല്ലി ഒടിച്ച് തെളിവില്ലാണ്ടാക്കാൻ നീരെടുത്തിറങ്ങിയ സ്മാർട്ട് ഫോണില്ലേ, ചൂട് അനുഭവിച്ച് അതിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീക്ക് കാരണമായത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ ആരാ? എന്റെ പണി കഴിഞ്ഞു. Now it's your turn. Do what I did. Let the small things matter. Goodbye.